ഹായ്, എക്സ് മുസ്ലിം യുദ്ധം കഴിഞ്ഞോ എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആവേശ കമ്മിറ്റിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ സബ്ജക്റ്റിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. വേറെ സബ്ജക്റ്റൊക്കെ ഒരുപാട് ഉള്ളത് കാരണം തന്നെ ഞാൻ കുറച്ച് ദിവസം എക്സ് മുസ്ലിമിനെ അവോയ്ഡ് ചെയ്തിരുന്നു. കാരണം ആവശ്യത്തിൽ കൂടുതൽ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് കൊണ്ട് തന്നല്ലോ, പിന്നെ നിങ്ങളല്ലേ ചെയ്യേണ്ടത്, ഞാൻ മാത്രമല്ലല്ലോ. അപ്പോൾ ഏകദേശം ഞാൻ അതിന് വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഒരു 6 ദിവസം മുമ്പേ നമ്മുടെ കാമിണി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റിന്റെ ഇതിവൃത്തം ഇതാണ്: ഒരു പെൺകുട്ടി അവിടെ ഏതോ ഒരു ഷോപ്പിൽ പോയിട്ട്, അത് പിന്നെ ഹിന്ദുക്കളുടെ ഷോപ്പാണ് അത്രേ. അപ്പം ശരിയാണ്, നമുക്കൊക്കെ ജുവല്ലറി ഷോപ്പാണ്, ഇവക്കത് ഹിന്ദു ഷോപ്പ്, ഈ മുസ്ലിം ഷോപ്പ്, ക്രിസ്ത്യൻ ഷോപ്പ് എന്നൊക്കെ ആയിട്ടാണ് അവള് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തായാലും അവിടേക്ക് പോയ ഈ പെൺകുട്ടി മോഷണം നടത്തി. ഇതിനെ ആടനുബന്ധിച്ച് പുള്ളിക്കാരത്തി ഒരു വിശദമായിട്ട് അവിടെ ഒരു പോസ്റ്റ് അങ്ങ് എഴുതിയിട്ടിരിക്കുകയാണ്. പോസ്റ്റിന്റെ ഇതിവൃത്തം എന്താണെന്ന് കേൾക്കാം. നല്ല സൂപ്പർ പോസ്റ്റ്, 5 ഇഷ്ടപ്പെട്ട്. തള്ള ചെവിട്ടിന് അടിച്ചു കൊള്ളാൻ ആളില്ലാത്തത് കൊണ്ട് തള്ള അങ്ങനെ എഴുതുകൊണ്ട് പറയുന്നു. ഏതായാലും ഖാമിദ തിയേറ്റർ പ്ലീച്ചർ ടോക്സ്, നല്ല ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചറാണ്, അത് തെളിഞ്ഞതാണല്ലോ. ഇനി തലശ്ശേരി ധർമ്മടത്തെ ആയിഷയെ തൂക്കി പോലീസ് ജയിലിലിട്ട് പൂട്ടി. മാഹി ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ മോഷണം നടത്തി ഒന്നും അറിയാത്ത ഭാവത്തിൽ പോയപ്പോൾ എല്ലാം വടിവോടെ ഒപ്പിയെടുത്ത് ക്യാമറ മുകളിൽ ഇരുന്നിട്ടും ആയിഷയുടെ ചങ്കൂറ്റം. അപ്പൊ ആ പേരങ്ങ് ഇഷ്ടപ്പെട്ട് ആയിഷയെ തൂക്കി. ഇത്തിരി വ്യൂ ഒക്കെ കിട്ടും. നല്ല കമന്റ്സ് വന്നിട്ടുണ്ട്. മനോജ് എന്ന് പറയുന്നവൻ എഴുതിയ കമന്റ്: കാഫിറിന്റെ മുതൽ കട്ട അള്ളാഹ് കൂടുതൽ പ്രതിഫലം കൊടുക്കുമായിരിക്കും. സീരിയസ്ലി മമ്മദ് കാണിച്ചതും പറഞ്ഞു കൊടുത്തതും ഇന്നും അതുപോലെ തന്നെ തുടരുന്ന അണികൾ. മമ്മദ് കൊള്ളയടിക്കുകയായിരുന്നു. പേര് യുദ്ധം, കനീമത്ത് മുതൽ ഓഹരി വെക്കുക. കാഫിറിന്റെ കട്ടാൽ ഹലാലാണ്. ഒരു മുസ്ലിം ചെയ്യുന്ന തെറ്റ് വേറെ മുസ്ലിം മറച്ചു വെച്ചാൽ പരലോകത്ത് മറച്ചു വെച്ചവന്റെ തെറ്റു അള്ളാഹു മറച്ചു വെക്കും. കൃത്യമായിട്ട് മതം പഠിച്ചു കേട്ട കാമിതയുടെ കൂടെ ചേർന്നിട്ട്. കൊള്ളക്കാരനല്ലേ മാതൃക. ഐഷ പട്ടിണി മൂലം ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ മോഷ്ടിച്ചത് എന്ന് ഷക്കീല ബീവി. നമ്മന്റെ ആളാണ്, ചര്യ തുടരും. കാഫിറിന്റെ മുതൽ കക്കാം, അത് കുഴപ്പമില്ല. അവളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് ഹലാലായി മാറി. സ്വർണം നമ്മൾക്ക് ഒരു വീക്ക്നെസ് ആണ്. കമന്റ്സിന്റെ ഒരു പടയണി മേളം തന്നെയുണ്ട്. ഈ കമന്റ്സ് കൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കാന്ന് വെച്ചത്. അല്ലയോ, അവന് പോയി കമന്റ്സ് ഇടുന്ന, അല്ലെങ്കിൽ ഈ നാറി രണ്ടും കെട്ട സ്ത്രീയോ പുരുഷ ജന്മമോ അല്ലാത്ത വികട സരസ്വതി മാത്രം വായിലുള്ള ഒരു വൃത്തികെട്ട ജന്തുവിന്റെ കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇടുമ്പോൾ ഞാൻ മുൻപേ പറഞ്ഞൊരു കാര്യമാണ്, വെറുതെ നമ്മളെ കൊണ്ട് മൈക്കെടുപ്പിക്കരുത്. അവളെ പോലെ ഇരുന്നിട്ട് ഇതല്ല അവള് പറയുക. കൃത്യം ഡീറ്റെയിൽ വെച്ചിട്ട് അങ്ങോട്ട് തരും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പം ഇത് മമ്മദിന്റെ സംസ്കാരമാണ്. ഇവിടുന്ന് കുറെ അവന്മാർ കട്ടുമോട്ടിച്ചിട്ട് പോയിട്ടുണ്ടല്ലോ വിദേശത്തേക്ക്. അതാരുടെ സംസ്കാരത്തിൽ പെടും? അധിനിവേശം നടത്താത്ത ആരെങ്കിലും ഉണ്ടോ? അധിനിവേശ സമരങ്ങളാണ് നിങ്ങൾ ഈ മമ്മദിന്റെ സംസ്കാരം അത് ഇതെന്നൊക്കെ പറയണം. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിത സാഹചര്യമാണോ ഇന്ന്? പണ്ടത്തെ രാജാക്കന്മാർക്ക് ഫാൻ പോലും ഇല്ല. ഇന്ന് AC കിടന്നുറങ്ങിയാണ് മനുഷ്യൻ. അത്രത്തോളം പുരോഗമനം വന്നിരിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിലെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ചില രീതിയിലുള്ള യുദ്ധങ്ങളും യുദ്ധത്തിനോടനുബന്ധിച്ചിട്ടുള്ള വെട്ടിപ്പിടുത്തങ്ങളും നടന്നിട്ടുണ്ട്. കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ടൊന്നും കണ്ടുപിടിച്ച സാധനമല്ല അത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇതുപോലുള്ള അധിനിവേശങ്ങളുണ്ട്. നമ്മൾ എന്തിനാണ് ഇപ്പോഴും സൈന്യത്തിനെ കീപ്പ് ചെയ്യുന്നത്? അതിർത്തി കടന്നൊരുത്തനകത്ത് വന്ന് നമ്മുടെ രാജ്യം വെട്ടിപ്പിടിച്ചുകൊണ്ട് പോവാതിരിക്കാനാണ്. പണ്ട് അധിനിവേശം നടത്തിയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് നമ്മളടുത്ത് ആധിപത്യം സ്ഥാപിച്ചത്. ഇതേപോലെ അവരുടെ കോളനിയായിട്ട് ലോകമെമ്പാടും ഉണ്ടായിരുന്നു. അവർ ശക്തരായവൻ മറ്റവരെ അടിച്ചിടുകയും അധിനിവേശം നടത്തുകയും ചെയ്യും. എല്ലാവരും ഈക്വലാണ് ദൈവത്തിന്റെ മുമ്പിൽ. ഈ വെട്ടിപ്പിടുത്തം കൊണ്ടാണ് പലർക്കും ഉന്നതി കിട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇത്തരം വാഴത്തോരൻ കമന്റ്സ് അവിടെ കൊണ്ടുപോയി ഇടുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയും കൂടെ നിങ്ങൾ അവഹേളിക്കുകയാണ് എന്നും കൂടെ ഓർക്കുക. ഇപ്പുറത്ത് ഒരു ദയാദാക്ഷിണ്യമില്ലാതെ എടുത്തു വെച്ച് അലക്കും. തർക്കമില്ല. ഇടയ്ക്ക് ഞാനങ്ങ് നിർത്തി വെച്ചതായിരുന്നു, വേണ്ട എന്നുള്ളത് കൊണ്ട്. ദയവ് ചെയ്തിട്ട് ഒരു എന്താ പറയണേ, രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റികൾ തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മൗനം അവലംബിക്കുമ്പോൾ അത് ഒരാളുടെ വീഴ്ചയായിട്ടോ അയാൾ മിണ്ടാതിരിക്കുകയാണെന്നോ തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ പറയരുത്. പല പ്രാവശ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. പിന്നെയും പോയി കമന്റ്സ് 1 2 ഒന്നുമല്ല, ഈ അജാതി കമന്റ് ആണെന്ന് അറിയാമോ? എത്ര കമന്റ്സ് എന്നറിയാമോ? 1.6K ആണ് ലൈക്ക്, 205 കമന്റ്സ്. ഇത്രയേ കമന്റ്സ് എന്തായാലും അവളെ ഫേക്ക് അല്ല, റിയൽ ആയിരിക്കാം. എനിവേ, ഈ കമന്റ്സിന്റെ ഒക്കെ ചെറിയ ഭാഗങ്ങൾ ഞാൻ അവിടെ വെച്ചിരിക്കുന്നു. അതിനകത്ത് ഒരു കമന്റാണ് എനിക്ക് ചിരി വന്ന ഒരു സാധനം. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും അഥവാ അത് നേരാവണ്ണം നേടാത്തത് കൊണ്ടും തലയ്ക്കകത്ത് മറ്റേ അറിവ് മാത്രം ഉള്ളത് കൊണ്ടും സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവുണ്ടായിരിക്കില്ല. ലോകത്ത് ഇക്കൂട്ടർക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന അബദ്ധം ഇത് തന്നെ ആണ്. ഒട്ടക പക്ഷികൾ. ആഹാ, എന്താ ഇപ്പോ ഇതൊക്കെ? ആരാ ഇപ്പോ?
സൂപ്പർ അല്ലേ? അപ്പൊ ഞാൻ ഇതിൻ്റെയോടൊപ്പം വെക്കുന്നത്, അതായത് ഇസ്ലാമിയരായതുകൊണ്ട് മാത്രം മുഹമ്മദ് നബിയുടെ ചര്യകൾ അനുസരിച്ച് ജീവിക്കുന്നവരായതുകൊണ്ടാണ് ഈ ഒരു മോഷണം ഈ പെൺകുട്ടി നടത്തിയെന്നാണ് ഇവളുടെ ഭാഗവും അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഈ വാഴകൾ പറയുന്നു. നിസാരമായ കുറച്ച് ചോദ്യങ്ങളാണ്. വിജയ് മല്യ ഏത് ചര്യയാണ് ഫോളോ ചെയ്തത്? അദ്ദേഹം MP ആയിരുന്നു, നമ്മളെ രാജ്യസ്നേഹിയായിരുന്നു, നമ്മളെ രാജ്യസഭയിലെ മെമ്പറായിരുന്ന ഒരു വാഴയാണ് മില്യൺ രൂപീസ് ബാങ്കിനെ കൊള്ളയടിച്ചുകൊണ്ട്, ഇന്ത്യയുടെ ബാങ്കിനെ കൊള്ളയടിച്ചുകൊണ്ട് വിദേശത്തെ രാജ്യത്ത് പോയി കുത്തിയിരിക്കുന്നത്. അത് ഏത് ചര്യ ഫോളോ ചെയ്തിട്ടാണ്? എന്തുവാ? പിന്നെ നീരവ് മോദി, അങ്ങേര് പഞ്ചാബ് നാഷണൽ ബാങ്കിനെയാണ് അടിച്ചുകൊണ്ട് പോയത്, അതും ഇസ്ലാമായിരിക്കും അല്ലയോ? ഈ വിഭാഗത്തിലുള്ള ആർക്കും ഇത് അറിയത്തില്ല. ഇത് ഫോളോ ചെയ്യണം, ഇത് ഹൂറികളെ കിട്ടാനായിരിക്കും അല്ലയോ? അയ്യോ, അറിയാത്തോണ്ട് ചോദിക്കുന്നതാണേ. കോണ പറയുമ്പം ഇതുപോലുള്ള 3rd ക്ലാസ് സ്വയം പ്രഖ്യാപിത അല്പത്തിയായ ഒരു അല്പ ടീച്ചറിന്റെ വാക്കും കേട്ടുകൊണ്ട് ചെന്ന് കയറരുത്. അവള് ടീച്ചറും അല്ല ഒന്നും അല്ല എന്ന് കൃത്യമായി തെളിവ് വെച്ചാൽ സ്ഥാപിച്ചിട്ടുള്ളത്. തെളിവാണ് കൊണ്ടുവച്ചത്. എന്നിട്ടും പിന്നെ പ്ണീച്ചർ, സ്വയം പ്രഖ്യാപിത പ്ണീച്ചർ. നാണയില്ലേ സ്ത്രീയെ നിനക്ക്? ചത്തുടടി അലവലാതി. ഒരു അല്പ ഉളുപ്പ് എന്തെങ്കിലും അങ്ങോട്ട് എവിടുന്നോ കിട്ടുന്നത്, വാട്സപ്പിൽ കിട്ടുന്ന സാധനം കൊണ്ടുവച്ച് അങ്ങോട്ട് തകർക്കുകയാണ്. ഒരു അല്പം ബോധമുള്ള സംഖ്യകൾ ഇവരെ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. തീരെ ബോധമില്ലാത്ത കഴുതകളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവളെ കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറയിക്കുമ്പോൾ ഞങ്ങളിലുള്ളവർ തിരിച്ചു പറഞ്ഞാൽ തല കുമ്പിട്ട് നീക്ക് ഓടേണ്ടി വരും. രാഹുൽ ഗാന്ധിക്കെതിരെ മോദി എല്ലാം ഇതുപോലെ മോഷണ കള്ളന്മാരാണ് എന്ന് പറഞ്ഞതിന് ആ പാവപ്പെട്ടവനെ കൊണ്ടുപോയി കേസ് കൊടുത്താണെങ്കിൽ ഇങ്ങോട്ട് കയറാൻ ഒക്കത്തില്ല. നീരവ് മോദിയെ പറ്റിയാണ് മോദികളൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞു, ഒരു സമുദായത്തിനെ മൊത്തം അവഹേളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ചാടി വീണ് അങ്ങേർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്ത് നിരന്തരമായി എഴുതുകൊണ്ട് ഇസ്ലാം കമ്മ്യൂണിറ്റി അവഹേളിക്കുമ്പോഴത്തേക്ക് അത് കുഴപ്പമില്ല അല്ലേ, അത് ഓക്കെയാണ്, സുഖമുണ്ട്. അധിനിവേശം കണ്ടുപിടിച്ചത് ഇസ്ലാമിയരാ, നിങ്ങളാരും അല്ലല്ലേ. പണ്ട് രാമന്റെ കഥ ഒത്തു പറയാം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാനവരിൽ മഹോന്നതനായ രാമേട്ടൻ, അങ്ങേര് ഭയങ്കര മഹോന്നതൻ എന്നല്ല നിങ്ങളുടെ അഭിപ്രായം. അങ്ങേര് ഈ അശ്വമേധയാഗം നടത്തൂല. ഈ അശ്വമേധയാഗത്തിന്റെ ഒരു കോണ്ടസ്റ്റ് എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു കുതിര പോയി അങ്ങോട്ട് അണിയിച്ചൊരുക്കി യാഗം നടത്തി അങ്ങോട്ട് വിടും. ഈ കുതിര എവിടെയൊക്കെ ചേർന്ന് കയറുന്നോ അതല്ല അങ്ങേരുടേതാ. അവരത് സറണ്ടർ ആവുക. അല്ലാത്ത പക്ഷം ആ സറണ്ടർ ആവില്ല. കുതിര എവിടെ നിന്ന് പായിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് പിന്നെ സൈന്യത്തിനെ കൊണ്ടുപോയി അടിച്ച് പൊട്ടിച്ചിട്ട് ആ സ്ഥലം കയ്യേറുക എന്നുള്ളതാണ് ഈ രാമന്റെ ഒരു ദശരഥ മഹാരാജാവിന്റെ ഒരു കളി. അങ്ങനെ മഹാരാജാവ് പറഞ്ഞു വിടുന്ന ഈ കുതിര തിരിച്ചു വരും, പോകേണ്ടടുത്തൊക്കെ പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പം ഈ കുതിരയ്ക്ക് ഒരു ഓഫറുണ്ട്, മനുഷ്യ സ്ത്രീയുമായിട്ട് ഒന്ന് രമിക്കാം. അതാരായിരിക്കണം എന്നറിയാമോ? ആരാണോ ഈ യാഗത്തിന് നിർദ്ദേശം കൊടുത്ത അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് രാജാവിന്റെ ഭാര്യ റാണിമാർക്ക് പോലും രക്ഷയില്ലാത്തൊരു കാലഘട്ടവും അമ്മാതിരി അധിനിവേശങ്ങൾ നടത്തിയ ഒരു ചരിത്രമുള്ളവരാണ്. അതൊക്കെ പിന്നെ കഥകളാണെന്നെങ്കിലും നമുക്ക് പറയാൻ സംഭവമല്ല, സംഭവിച്ച കാര്യമാണ് വിജയ് മല്യയുടെ കേസ് ആണല്ലോ. അതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് അഭിപ്രായം? എന്താണ് പ്ണീച്ചർക്ക് അഭിപ്രായം? പ്ണീച്ചർ ഇതിനെപ്പറ്റി എന്താണ് പറയണത് ഒന്ന് ചോദിച്ച് പറഞ്ഞു തരാമോ? നിങ്ങൾ കമന്റ് ഇട്ട് തകർക്കുന്നുണ്ടല്ലോ, കുറെ കൃസംഗി അലവലാദീസ് ആണല്ലോ അവിടെ കിടന്ന് തകർക്കുന്നത്. ശരി, ഇനി ഈ വിഷയം നമ്മൾ കൂടുതൽ എടുക്കുന്നില്ല, നമുക്ക് വേറൊരു വിഷയത്തിലേക്ക് പോകാം. ഇപ്പൊ റീസെന്റ് വന്നൊരു വാർത്തയാണ്, 270 കോടി ലോൺ എടുത്തുകൊണ്ട് മുങ്ങി കുവൈറ്റിൽ നിന്ന് അറബി ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് യോമാരെ പിടിക്കാൻ വേണ്ടിയിട്ട്. കുവൈറ്റിലെ അൽ അഹ്ലി ബാങ്ക് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. പരാതിയിൽ സംസ്ഥാനത്ത് 12 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുവൈറ്റിൽ ജോലിക്കെത്തിയ ശേഷം വൻ തുക ലോൺ എടുത്ത് മുങ്ങി എന്നാണ് പരാതി. 2000-ഓളം മലയാളികൾ 800 കോടിയോളം രൂപ ലോൺ എടുത്ത് മുങ്ങി എന്നാണ് ഈ ബാങ്കിന്റെ കണക്ക്. ബാങ്കിന്റെ COO മുഹമ്മദ് അൽ ഖട്ടൻ കേരളത്തിലെത്തിയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ജോഷി കുര്യൻ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. രൂപയുമായി മലയാളികൾ മുങ്ങി എന്നുള്ള കാര്യം നാം തന്നെ പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് കുവൈറ്റിലെ തന്നെ മറ്റൊരു ബാങ്ക് കേരള പോലീസിനെ DGP നേരിൽ കണ്ട് പരാതി നൽകുകയും തുടർന്ന് കോട്ടയത്തും എറണാകുളത്തും അടക്കം ഇപ്പോൾ FIR-കൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന അൽ അഹ്ലി ബാങ്ക് ഓഫ് കുവൈറ്റിന്റെ COO ആയ മുഹമ്മദ് അൽ ഖട്ടൻ ആണ് കേരളത്തിലെത്തുകയും തുടർന്ന് DGPയെ കാണുകയും ചെയ്തത്. നമുക്കറിയാമല്ലോ, കാരണം ഇവിടെ നിന്ന് ഈ കുവൈറ്റ് റിക്രൂട്ട്മെന്റ് എന്നൊക്കെയുള്ള പേരിൽ ഒരുപാട് ആളുകൾ അവിടെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്. ഏത് ജോലിയെന്ന് വ്യക്തമല്ല. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ലോണിന്റെ ഒരു ആധികാരികത ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ലോൺ കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഗവൺമെന്റ് സെക്ടറുകളിലുള്ളതാണ് ഈ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ഉള്ളത്. അവിടെയൊക്കെ പോയി ജോലിക്ക് കയറിയിട്ട് നല്ല ശമ്പളമാണ് കേട്ടോ, അസാധ്യ ശമ്പളമാണ്. അതിൽ നിന്നുകൊണ്ട് അത്യാവശ്യം പണം ലോൺ എടുത്തിട്ട് ആ പണവും കൊണ്ട് നാട്ടിൽ വരിക, ഇവിടെ വന്നിട്ട് UK പോയി സെറ്റിൽ ആയിരിക്കുകയാണ് ഇവരൊക്കെ. ഇവിടെ ഇല്ലേ താനും ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് പറയുന്നത്. ഇവരൊക്കെ മുസ്ലിംസ് ആണ് കേട്ടോ. അയ്യോ, അതാണ് കേൾക്കേണ്ട കാര്യം. കേൾക്കാം.
അവിടെ എത്തിയ ശേഷം ഇവരിൽ പലരും 1 കോടി 1.5 കോടി രൂപ 20 ലക്ഷം 50 ലക്ഷം രൂപയോളൊക്കെ തന്നെ ലോൺ എടുക്കുന്നു. അവിടെ നിൽക്കാം, തങ്ങളുടെ ജോലിയും സാലറി സർട്ടിഫിക്കറ്റും ഒക്കെ കാണിച്ചുകൊണ്ടാണ് അവിടെ ഈ ലോൺ എടുക്കുന്നത്. പക്ഷേ ഈ ലോൺ എടുത്ത ശേഷം ഇവരൊന്നും തന്നെ ലോൺ തിരിച്ചടയ്ക്കാതെ അവിടെ നിന്ന് മുങ്ങി എന്നുള്ളതാണ് ഈ ബാങ്കിന്റെ പരാതിയായി വന്നിരിക്കുന്നത്. 2020 മുതൽ 2023 കാലഘട്ടങ്ങളിലെ 207 പേർ 800ഓളം ആളുകൾ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ബാങ്കിന്റെ പരാതിയായി പറയുന്നത്. അതിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. അവർ പറയുന്നത് 806 വരെ നിലവിലെ കണക്ക് ചെയ്യപ്പെട്ടവർക്ക് കൈമാറുകയും കൂടുതൽ പരാതികൾ കോട്ടയത്താണ്. കോട്ടയം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ എഫ്ഐആറിലും ഈ പരാതി ആർക്കൊക്കെയാണ് എന്നുള്ള വിലാസവും ഇങ്ങനെയാണ്. അതായത് സുമിത്ര മേരി സാം, തെക്കരാൽ ജോൺ എന്ന് പറയുന്ന സുമിത്ര മേരി സാം, മദ്രസ പൊട്ടത്തിയ. തലയിൽ ഇത്തിരി കൂടെ പർദ്ദയും കൂടെ ഇട്ട് തട്ടമൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ മദ്രസ പൊട്ടത്തി തന്നെയാണ് സുമിത്ര മേരി സാം. 13 പേരെയാണ് ഇപ്പം നോട്ട് ചെയ്തിട്ടുള്ളത്. 13 പേർക്കെതിരെയാണ് അവിടുന്ന് ആള് വന്ന് കേസ് ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് ഒന്നാമത്തെയാണ് സുമിത്ര, മദ്രസ പൊട്ടത്തിയ. തെക്കരാൽ ജോൺ, തോട്ടത്തിൽ ഹൗസ്, പയസ് മൗണ്ട് പ്രിയോ കോട്ടയം എന്നുള്ളതാണ് ആദ്യത്തെ കേസായി പരാതിയായി നിലയിൽ വന്നിരിക്കുന്നത്. 61,90,920 നിസാര തുക 61 ലക്ഷം രൂപ. 9 രൂപ അവിടെ നിന്ന് പറ്റിച്ചെടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഇതിൽ ആരോപണമായി വരുന്നത്. ഇവർ ചിലരൊക്കെ കുറച്ച് പൈസ അടച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ശേഷിക്കുന്ന പൈസയുടെ കണക്കാണ് ഇപ്പോൾ പറയുന്നത്. രണ്ടാമത്തേത് ജോജോ മാത്യു, പാസ്പോർട്ട് നമ്പർ ഒക്കെ ഉണ്ട്. തോട്ടത്തിൽ ഹൗസ്, ജോജോ മാത്യു. രണ്ടാമത്തത് മദ്രസ പൊട്ടനായിരിക്കും. ഉറപ്പിച്ചോ, മദ്രസ പൊട്ടൻ തന്നെയാ, ഉറപ്പിച്ചു. കോട്ടയം. ജോണി പൂവലിൽ ലൂക്കോസ്, അതും മദ്രസ പൊട്ടനാ, ഉറപ്പിച്ച്. സൺ ഓഫ് ലൂക്കോസ് പൂവേലി, കൊങ്ങാണ്ടൂർ പി ഒ കോട്ടയം. റോബി മാത്യു, പാസ്പോർട്ട് നമ്പർ ഉണ്ട്. സൺ ഓഫ് മാത്യു തോമസ്, മാത്യു ചായന്റെ മോൻ റോബി മാത്യു ചായൻ, മദ്രസ പൊട്ടനാ. അറക്കൽ ഹൗസ്, കീഴൂർ പി ഒ കോട്ടയം. സിജോമോൻ ഫിലിപ്പ് ഇദ്ദേഹം ഉഴവൂർ സ്വദേശിയാണ്. റജിമോൻ ഫിലിപ്പ്, റെജിമോൻ ഫിലിപ്പ് കോട്ടയം തിരുവമ്പാടി സ്വദേശിയാണ്. കോട്ടയത്തിൽ തിരുവമ്പാടി ഉണ്ടെന്നാണ് പറയുന്നത്. ജിഷ വർഗീസ് വൈക്കം വാളകം സ്വദേശിയാണ്. അനൂപ് ജോൺ കാവലാലിന്റെ വീട്. ജിഷ വർഗീസ് ഇത്രയും നേരം കൃസംഗികളായിരുന്നു. ഇനിയിപ്പോ നമുക്ക് സംഖ്യകളിലേക്ക് നടന്നു നീങ്ങാം ഗൈസ്. അനൂപ് എറണാകുളത്താണ്. കാവലാൽ ഹൗസ്, എറണാകുളം. പിൻകോഡായി നൽകിയിരിക്കുന്നത് 682310 ആണ്. പ്രിയദർശി മാമ്പള്ളി വാസവൻ എന്നുള്ള പേര്. പ്രിയദർശി മാമ്പള്ളി വാസവൻ ആണ്. ഏകദേശം 1,17,46,777 രൂപ തട്ടിച്ചു കൊണ്ടുപോയി എന്ന് അവർ പറയുന്നുണ്ട്. നിസ്സാര തുകയല്ലേ, 1,76,00,000 രൂപ. നിസ്സാരം. വീട് തലയോലപ്പറമ്പിലാണ്. ഒപ്പം തന്നെ ബിബിൻ കുര്യാക്കോസിന്റെ വീട് മൂവാറ്റുപുഴയിലാണ്. ബിബിൻ കുര്യാക്കോസ്, അത് മദ്രസ പൊട്ടന. ലിസി ഷാജിയുടെ വീട് അടുത്ത ആർക്കെതിരെയാണ്? ലിസി ഷാജി കോതമംഗലം സ്വദേശിനിയാണ്. 91,77,663 രൂപ തട്ടിയെടുത്തു എന്നതാണ് പറയുന്നത്. സുധിന മിഥുൻ, അതും മദ്രസ പൊട്ടത്തിയ. കറക്റ്റാ. എറണാകുളമാണ്. 79,50,661 രൂപ ബാങ്കിനെ പറ്റിച്ചു എന്ന് പറയുന്നു. ടോണി പാറോക്കാരൻ ജോണി എന്ന് പറയുന്നതാണ് അവസാനത്തെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അത് മാമ്പ്ര, എറണാകുളം. അങ്ങനെ 13 പേർക്കെതിരെയാണ് ഇപ്പോൾ. അങ്ങനെ 13 പേര്. ടോണിയാണ് അവസാനത്തെ പേര്. എന്നാൽ ഈ 13 പേര് മദ്രസ പൊട്ടന്മാരാ കേട്ടോ. അത് ശരി. അല്ല, ഇത് ഏത് വകുപ്പിൽ വരും? ഈ കുവൈറ്റിലൊക്കെ കാഫറുകളാണോ എന്തോ? അവിടെയുള്ള കാഫറുകളെ ഇങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ? മേത്തന്മാരെ മുതൽ തിന്ന് നക്കി നടക്കുന്ന നാറികളെ വായൽ വല്ലതും വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മളിത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു കാര്യം, ഈ വിദേശത്തേക്ക് പോകുന്ന മറ്റു മതസ്ഥരെ ശരിക്കും സ്ക്രീൻ ചെയ്യണമെന്ന് പറയുന്നത് ഒരു അനീതി തന്നെയാണ്, നിഷേധം തന്നെയാണത്. നീതി നിഷേധമാണ്. നമ്മളെല്ലാം ഇന്ത്യൻസ് ആണ്, അങ്ങനെ ഒരു കൺസിഡറേഷന് വിടണം. പക്ഷേ ഇത്തരത്തിൽ ലോണൊക്കെ എടുക്കുമ്പോൾ ക്രോസ് ചെക്ക് ചെയ്യുക. ഒരു കാരണവശാൽ ഇവറ്റകൾക്ക് ലോൺ അലോട്ട് ചെയ്ത് കൊടുക്കരുത്. ഇതിപ്പോൾ 1-2 കാര്യമല്ലല്ലോ. നല്ലവരായിട്ടുള്ളവരാണെങ്കിൽ പോലും അവരും ഇതിൻ്റെ ഒരു പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. ചുമ്മാതിരിക്കുന്ന നമുക്കിട്ട് താങ്ങുക, ഇവക്ക് പൈസ കൊടുത്ത് ഇവളെ കൊണ്ട് ഇത്തരം വൃത്തികേടുകൾ പറയിക്കുക. ഈ വൃത്തികേട് കേട്ട് ആളുകൾ പല രീതിയിൽ തിരിഞ്ഞു മാറി ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ശരിക്കും തിരിച്ചു കൊടുക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇവറ്റകൾക്ക് എന്തിന് ലോൺ കൊടുക്കണം? പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇവര് മറ്റൊരിടത്ത് പോയി സെറ്റിലാകാൻ വേണ്ടിയിട്ട് എന്തിനു ലോൺ കൊടുക്കണം? ആ മനുഷ്യനെടുത്തൊരു എഫേർട്ട് ഭയങ്കരമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ കൂടെ നിൽക്കത്തില്ല എന്നുള്ളത് അവരൊക്കെ അറിയത്തില്ല. അയാൾക്ക് ശരിക്കും ഗൈഡ് ലൈൻ കൊടുത്തിട്ട് എവിടെയാണോ ഇവർ സെറ്റിലായ അവിടെ പോയി കേസ് കൊടുക്കണം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഉദാഹരണം പറയാം. മികപ്പെരിയ യുക്തിവാദിയായ ഷനലിടമറുക അണ്ണായി ഈ നാട്ടിലുള്ള ഒരു പെങ്കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിയിട്ട് അയാൾ താമസിക്കുന്ന പിലോക്കൽബിൽ ആ സ്ഥലത്തേക്ക് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു.
എന്നിട്ട് ഇവിടുന്ന് എന്തായാലും അങ്ങോട്ട് പോകത്തില്ലല്ലോ, ഇങ്ങോട്ട് അയാൾ വരികയില്ല. അപ്പൊ എന്താ, സേഫ് സോണിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചു. പക്ഷെ പെങ്കൊച്ച് മെനക്കെട്ട് കൊടുത്ത പൈസയുടെ കൂടെ 10 രൂപ കൂടുതൽ ഇട്ടിട്ട് ഇവിടുന്ന് മെനക്കെട്ട് അവന്റെ സ്ഥലത്ത് പോയി അവിടെ കേസ് കൊടുത്തു. അവൻ എവിടെ താമസിക്കുന്നു അവിടെ പോയി കേസ് കൊടുത്ത് അവനെ പിടിച്ച് ജയിലിലിട്ടു. അങ്ങനെയാണ് ഇവറ്റുള്ള ചെയ്യണം. വിട്ടുകൊടുക്കരുത്, ഇത് പബ്ലിഷ് ചെയ്യണം. ഇത് ഇന്ത്യക്കാർക്ക് നാണക്കേടാണെന്ന് ഓർത്തുകൊള്ളണം. ഈ എഴുതിയിട്ടിരിക്കുന്ന നാറികളെ നീയൊക്കെ ഇരുന്ന് കമന്റ് എഴുതുന്നുണ്ടല്ലോ, ഇതിനെന്താ നിന്റെയൊക്കെ മറുപടി? എന്താണ് നിന്റെ ടീച്ചറിന് പറയാനുള്ളത്? അവൾ അണ്ണാക്കി പിരിവെട്ടിയാന്ന് ചോദിച്ചു നോക്ക്. അവള് ഏറ്റവും കൂടുതൽ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തത് ഇസ്ലാം വിഭാഗത്തിലുള്ള ആളുകളെ തന്നെയായിരുന്നില്ലേ? കാലം ഇത്രയായൊക്കെ ഇസ്ലാമിനെ തന്നെ വേണമല്ലോ തിന്നാനായിട്ട്. അല്ലാതെ എന്തുണ്ട് തീട്ടമരത്തിൻ്റെ അടി ഇതിലും ഭേദം? നിന്നെപ്പോലെ ഒരു നികൃഷ്ട ജന്തുവിനെ ഇതിൽ കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് വൃത്തികെട്ട സത്യം. ഇനി കുറെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. സംസ്ഥാന പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കുന്നത് ബാങ്കിന്റെ പരാതിയിൽ പറയുന്നത് തങ്ങൾക്ക് ഈ ലോൺ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാം, അവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ തങ്ങളിൽ നിന്ന് ബാങ്കിൽ ലോൺ എടുത്തത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇവരൊക്കെ തന്നെ മുങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഇവരിൽ പറയും ബാങ്കിന്റെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കേരളത്തിലേക്ക് എത്തിയ രാജ്യത്തേക്ക് എത്തിയ പല ആളുകളും പിന്നീട് ഇവിടെ നിന്ന് അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും ഓസ്ട്രേലിയയിലേക്കും അയർലൻഡിലേക്കും ഒക്കെ കുടിയേറി എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണം അവരിൽ ഈടാക്കാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ കേസെടുത്തുകൊണ്ട് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഈ ഗൾഫ് ബാങ്ക് ഓഫ് കുവൈറ്റ് അതുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ പരാതിയിൽ ഇപ്പോൾ തന്നെ സംസ്ഥാന ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടത്തി വരികയാണ്. ആ പരാതി എന്നറിയണം. അങ്ങനെയെങ്കിൽ അവർക്കെതിരെ എന്തായിരിക്കും തുടർ നടപടി ഉണ്ടാവുക? ഇതിനൊക്കെ ആദ്യം വന്ന പരാതിയിൽ എന്ത് നടപടി എടുത്തു? അതിലെ അന്വേഷണം എവിടെ വരെ എത്തിയിട്ടുണ്ട്? കോമഡി അടിക്കാൻ കുറെ ന്യൂസ് ഏജൻസിയും നീരവ് മോദി ഇവിടുന്ന് പറ്റിച്ചുകൊണ്ട് പോയി. കിങ് ഫിഷറിന്റെ അവൻ കുറെ പറ്റിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഇവിടെ എന്തൊരു നടപടി എടുത്ത്? ഈ രാജ്യത്തെ പണമല്ലേ തട്ടിക്കൊണ്ട് പോയത്? ഈ രാജ്യത്തെ പണം തട്ടിക്കൊണ്ട് വിദേശത്ത് പോയി സെറ്റിലായ അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവരെന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? അതും ഒരു MP ആണെന്ന് ഓർത്തുപോകണം. ഒരു MP ആയിരുന്നു കിങ് ഫിഷറിന്റെ ഓണർ വിജയ് മല്യ. തട്ടിക്കൊണ്ട് പോയത് ചില്ലറയായിരുന്നോ? എന്തുവായിരുന്നു? എത്രയോ കാശുകൾ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ പോട്ടെ, ഇവര് ഭയങ്കര ഐക്യവധ്യ മഹാബലം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ മുഹമ്മദ് നബിയുടെ ചര്യകൾ ആഘോഷിക്കുന്ന ആൾക്കാർ. മുഹമ്മദ് നബിയുടെ ചര്യകൾ എന്താണെന്നൊക്കെ എനിക്കൊക്കെ അറിയാമോ? അവള് പറയണേണോ ചര്യ? അവൾ മുഹമ്മദ് നബിയുടെ ചര്യയാണോ അനുസരിച്ചത്? അവള് മനുഷ്യ സ്ത്രീയാണോ? ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ അത് ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഏറ്റവും ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നത് അവളുടെ മാനമാണ്. അത് തന്നെ വിറ്റ് ജീവിച്ചവളാണ് അവള്. ഇത്രയധികം പ്രാണങ്ങളുമായിട്ട് ബന്ധം, അതിന് വിവാഹം എന്ന ഒരു നല്ല ചെല്ലപ്പേര് കൊടുത്ത് എത്ര പേരെ പറ്റിച്ചതാണ്? എത്ര പേരാണ് വന്ന് പറഞ്ഞത്? ഞാൻ തന്നെ എത്ര പേരുടെ പേര് കൊണ്ടുവന്ന് തന്നു. ഇനി പറയാത്തൊരു വ്യക്തിയുണ്ട്, റാഫി. അതും കൂടെ വന്നു കഴിയുമ്പോൾ പൂർണ്ണമാവും. ആരാണെന്ന് അതൊന്നും കൂടെ അറിഞ്ഞാൽ ഞെട്ടുകയും ചെയ്യും. അമ്മാതിരി ആൾക്കാരുണ്ട് ഇവിടെ പുറകില്. എത്ര പേര് പറ്റിക്കപ്പെടുകയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി തെളിവ് ഉൾപ്പെടെ പറഞ്ഞാൽ പിന്നെ അവളുടെ ടൈം ലൈനിൽ പോയിരുന്നുകൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുമ്പോൾ ഇപ്പുറത്തുള്ള കാര്യങ്ങൾ ഞങ്ങളും കൂടെ എടുത്തു വെച്ച് പറയുവേ. ഈ അശ്വമേധ അവിടെ നിൽക്കട്ട് നിങ്ങളുടെ ഈ ദൈവങ്ങളുടെ കണക്കെടുത്താണ്. അവരാരും വെട്ടിപ്പിടിച്ചില്ലേ? സ്വന്തം അമ്മാവന്റെ വീട്ടിൽ കയറി വെട്ടി ആ രാജ്യം പിടിച്ചടക്കാൻ പോയതല്ലേ കൃഷ്ണേട്ടൻ? ഇതെല്ലാം പോട്ട് കൃഷ്ണേട്ടന്റെ യുക്തി നീതിബോധവും കേൾക്കുക. ചാതുർവർണ്ണ്യം മമ സൃഷ്ടിയും അതിന്റെ ആ പരിണിത ഫലമാണ് 100 വർഷം മുമ്പ് വരെ ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ കയറാൻ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തേണ്ടി വന്നത്. മറ്റു മതക്കാരെ ആണെങ്കിൽ കുഴപ്പമില്ല, അന്യ മതക്കാർക്ക് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തില്ല. സ്വന്തം മതക്കാർക്ക് ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ യുദ്ധം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അധിനിവേശത്തിനെ പറ്റി പറയുന്ന, കട്ട് ജീവിച്ചതിനെ പറ്റി പറയുന്ന, മോഷണം നിങ്ങളുടെ കലയല്ലേ? മനുഷ്യത്വപരമായിട്ട് എന്താണ് നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞേ. ചരിത്രം നിങ്ങൾക്കില്ലേ? ഇത് ഒന്നുമല്ല, ജീവിച്ചിരുന്ന അത്രയും മഹത്വവൽക്കരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ മഹത്വവൽക്കരിക്കപ്പെടുക മാത്രമല്ല അതനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യർ നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ ചേർത്തുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വാല്യൂ എവിടെയുണ്ട്? ഇല്ലേ? ജീവിച്ചിരിക്കുന്ന എക്സാമ്പിളാണ്. അത്രയും ജീവിച്ചിരുന്ന മനുഷ്യരാണ്. അല്ലാതെ ഇതുപോലെ കഥകളല്ല, കെട്ടുകഥകളും കാഴ്ചകളുമല്ല. 100 സഹോദരന്മാരെ കൊല്ലാൻ 5 സഹോദരന്മാരെ പ്രിപ്പയർ ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ബ്രാഹ്മണ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി, ചാതുർവർണ്ണ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ തന്നെ ഒരു പ്രജയുടെ തലവെട്ടുന്ന രാജാവ്, സ്വന്തം ഭാര്യയെ കാട്ടിക്കൊണ്ട് കളയുന്ന രാജാവ്. എന്തൊക്കെ വൃത്തികേടുകളുണ്ട് ഇതൊക്കെ! ദിനസേന ഇരുന്നുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സുഖം ഉണ്ടാവുമോ? 2 വിഭാഗങ്ങൾ തമ്മിൽ തല്ലരുത്, സ്വസ്ഥമായി പോകട്ടെ എന്ന് കരുതിക്കൊണ്ട് പലതും മിണ്ടാതെ വിടുമ്പോൾ നിങ്ങളെന്താ കളിക്കുക? അവളുടെ കമന്റ് ബോക്സിൽ പോയി കിടന്ന് പോക്കൃത്തരം എഴുതി വെച്ച ഇപ്പുറത്ത് ഋഗ്വേദം, ചാതുർവേദം, മറ്റേ വേദം, മറിച്ച വേദം, അഥർവവേദം തുടങ്ങി എല്ലാ വാഴ തുറഞ്ഞു എടുത്തു വെച്ച് ഞങ്ങളും പറയും. അതിനൊക്കെ തിണ്ട് കൃത്യമായിട്ട് എന്തെന്ന് സ്വന്തം മതസമൂഹത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ നിർത്തലാക്കാൻ ആദ്യം ഒന്ന് ശ്രമിക്കുക. ഇവിടുന്ന് കട്ടോണ്ട് പോയ വിജയ മല്യയെ പോലുള്ള നാറികളെ കുറിച്ചൊന്ന് പഠിക്കുക, കേൾക്കുക. വോട്ട് മോഷണം നടത്തിയിട്ട് അധികാരത്തിൽ കയറിയിരുന്നു കൊണ്ട് മതവാദം പറയുന്ന ഒരു മതപ്രസംഗി, ഒരു നാറിയുണ്ട്. അയാളെ പറ്റി ഒന്ന് ചിന്തിക്കുക.
നിങ്ങളുടെ കയ്യിൽ എമ്പാടും കുറ്റങ്ങളും കുറവുകളും മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യാതെ ഒന്നിനും പാടേ ഇല്ലാത്ത ഒരു വിഭാഗത്തിന് അഡ്രസ്സ് ചെയ്യാൻ നാണയില്ലേ? ആ പെണ്ണും കട്ടിട്ടുണ്ടെങ്കിൽ, ആ പെണ്ണ് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൃത്യമായ പണിഷ്മെന്റ് കിട്ടണം. ഞാൻ അവൾക്കൊപ്പമല്ല. പക്ഷേ അവൾ ഒരു ഇസ്ലാം ആണ് എങ്കിൽ, ഇസ്ലാം വിശ്വാസപ്പടിയാണ് അവൾ ജീവിക്കുന്നെങ്കിൽ അവൾ മോഷ്ടിക്കില്ല. ശരീഅത്തിൽ മോഷണത്തിന് എന്താ, കുറ്റകൃത്യത്തിന് എന്താ പണിഷ്മെന്റ് എന്നറിയോ? അതറിയുന്നവൾ, അത് പഠിച്ചവൾ അതത് ചെയ്യില്ല. അത് അവൾക്ക് ഇവിടെയല്ല അതിന് മറുപടി കൊടുക്കേണ്ട, ആഖിറത്തിലാണ് അത് കൊടുത്തേ പറ്റുള്ളൂ. അതിനകത്ത് ഒരു അപ്പീലും ഇല്ലാത്ത കേസാ. അങ്ങനെ മതം പഠിച്ച മതവിശ്വാസിയായ ഒരു പെണ്ണത് ചെയ്യത്തില്ല. ചെയ്തെങ്കിൽ അത് നിന്റെ ടീച്ചറിന്റെ കാറ്റഗറിയാ. മതവിശ്വാസം വിട്ട് ഒരു വായി നോക്കിയ. ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയില്ലേ? കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയരുതേ. ചുമ്മാ കൊണ്ടുവന്ന് നട്ടാൽ പോലും കിടുത്തു വരുന്ന സ്ഥലമാണ് ഈ നാട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അധ്വാനിക്കുന്നവനിക്ക് ഒരു മുട്ടും ഉണ്ടാവത്തില്ല. കടം വാങ്ങിച്ച് ദൂർത്തടിച്ച് ആർഭാടത്തിൽ ലോൺ അടയ്ക്കാൻ ഗതിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരല്ല ഞാൻ പറഞ്ഞത്. ഉള്ളത് മിതപ്പെടുത്തി സ്വസ്ഥമായി ജീവിച്ചു പോകുന്ന മനുഷ്യർക്ക് സ്വർഗമാണ് ഈ നാട്. ഇവിടെ അവർക്ക് അങ്ങനെ ദാരിദ്ര്യം വന്നെങ്കിൽ കൈയിരിപ്പ് കൊണ്ട നാലിക്കൊപ്പം നിൽക്കാനുള്ള വ്യക്തിപ്പെടൽ. വീടും പറമ്പും പണയം വെച്ച് മോളെ കെട്ടിച്ചു വിടും. എന്തിന്? മോൾക്കൊരു പുരുഷനെയാണ് ആവശ്യമെങ്കിൽ അത് മര്യാദയ്ക്ക് ചെയ്യുക. രജിസ്റ്റർ ഓഫീസിൽ പോയി ചെയ്താൽ പോരെ. ആർഭാടം, ദൂർത്ത്, മറ്റുള്ളവരെ കാണിക്കൽ, കടം വരും. ഈ കടബാധ്യത അവസാനം സഹിക്കാൻ വയ്യാന്ന് കക്കാനും മോട്ടിക്കാനും ഇറങ്ങേണ്ടി വരും. അതാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ലോകത്ത് എവിടെ പോയും ജീവിക്കത്തില്ല. ഇനി ഇത് കട്ടുകൊണ്ടുപോയ ഈ വൃത്തികെട്ട വ്യക്തികൾ ഇവരാരൊക്കെയാണ്? ഇനി ഇതിനകത്ത് കമന്റ് ഇട്ട ക്രിസംഗികളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ നാട്ടിലെ മലയോര ഗ്രാമങ്ങൾ മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അധിനിവേശം ഏറ്റവും കൂടുതൽ നടത്തിയത് ആരാണ്? എന്തിനധികം ഇപ്പോൾ റീസെന്റ് നടന്നൊരു ഫൈറ്റ് എന്തായിരുന്നു? ഒരു കോളേജിന് വേണ്ടിയിട്ട് ഇസ്ലാം മതസ്ഥരെല്ലാവരും കൂടെ ചേർന്ന് അവരുടെ സമ്പാദ്യത്തിൽ ഒരു തുക കൊടുക്കുകയാണ് നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ട്. അത് കയറി കട്ടുമോട്ടിച്ച് അതിനകത്ത് വീടും വെച്ച് താമസിച്ചിട്ടത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് അവകാശപ്പെടുന്ന ഈ അധിനിവേശ പാരമ്പര്യം ആർക്കാണടാ സംഖ്യ ഉള്ളത്? ആർക്കാണ്ടാ ക്രിസംഖ്യ ഉള്ളത്? ഇവിടെ ഏറ്റവും കൂടുതൽ വെട്ടിപ്പിടുത്തവും മോഷണവും നടത്തിയത് ആരാണടാ? ബ്രിട്ടീഷുകാരുടെ കമ്മ്യൂണിറ്റി എന്തായിരുന്നടാ? അങ്ങനത്തെ ഒരു ചരിത്രമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? നിങ്ങൾ പോയി ഇപ്പം വെട്ടി വാരി കൊണ്ടുവന്നത് ഏത് നാട്ടിൽ നിന്നാണ്? അവിടെ എത്രയോ പേര് സ്വസ്ഥമായി ജീവിച്ചിട്ട് വരുന്നുണ്ട്. എത്രയോ അന്യമതസ്ഥർ പോകുന്നുണ്ട്. അവരൊക്കെ നല്ല ജോലി, നല്ല നിലയിലല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ കുറെ സംഖ്യകൾ പോയി കാണിക്കുന്നത് എന്താണ്? ആ ജോലിയിൽ ഇരുന്നാൽ തൃപ്തിയാവത്തില്ലേ? എന്താ UK-യിലും ഓസ്ട്രേലിയയിലാണോ ഓക്കെ എന്നാ? UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ നിങ്ങളെയാണ് കൺസേൺ ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്ക് അവിടെ മമ്നൂനൊന്നുമില്ല. നിങ്ങൾക്കാണ് പ്രശ്നം. ഗുജറാത്താണ് അവിടെ ഏറ്റവും കൂടുതൽ നിഷേധിക്കപ്പെട്ട വിസ ഉള്ളത്. ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഗുജറാത്തികൾക്ക് വിസ ഇല്ല. ഫേക്ക് ഡോക്യുമെന്റ്സും ഫേക്ക് സാധനങ്ങളും കൊണ്ട് അങ്ങോട്ട് തള്ളിക്കയറുന്ന അവറ്റകളാണ്. എന്താ ഇന്ത്യ ജീവിക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ ഈ ഗുജറാത്തിയായ ഒരാൾ ഭരിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് തള്ളിക്കയറി അങ്ങോട്ട് പോകുന്ന മനുഷ്യര് എന്താണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്? കട്ടും മോട്ടിച്ചും അധിനിവേശം നടത്തിയും ഭാര്യയെ പോലും കാട്ടിക്കൊണ്ട് കളഞ്ഞും വിറ്റും ഒക്കെ പരിചയമുള്ള ഒരു പ്രത്യേകതരം വിഭാഗം ബാക്കിയുള്ളൊന്ന് തോളി കയറരുത്. അതങ്ങോട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഈ അഭിസാരികകളും വൃത്തികേടുകളും അങ്ങനെയുള്ള എമ്പാടുമുള്ള വൃത്തികേടുകൾ ഒക്കെ 1 by 1 ആയിട്ട് വീണ്ടും എടുപ്പിക്കരുത്. ദയവ് ചെയ്തിട്ട് സമയം കുറവുണ്ട്, താല്പര്യവുമില്ല. എടുത്താൽ പിന്നെ തിരിച്ചു വെക്കത്തില്ല എന്നുള്ളതാണ്. വേണ്ടാന്ന് വെച്ചിട്ട് ഒതുങ്ങി പോകുമ്പോൾ ആ ഒതുക്കത്തോടെ വിടുക. അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും വായത്താളം പറയാൻ പറ, അതൊക്കെ ഓക്കെ. അതിന് പോയി നീയൊക്കെ കമന്റ് ഇട്ട് ബൂസ്റ്റപ്പ് ചെയ്താ പിന്നെ കിടക്കുന്ന പള്ളി ഞാൻ വലിച്ചങ്ങ് കയറും. അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, നാണം ഉണ്ടോടി നിനക്ക്? എടി ഒരു അല്പം ഉൾപ്പെടെ പോയി തൂങ്ങി ചാവടി. ഇതിൽ കൂടുതൽ എന്ത് പറയാനാടി? തെളിവ് ഉൾപ്പെടെ വല്ലവരും പറയുന്ന ഫേക്ക് അലിഗേഷൻ അല്ല, കൃത്യം തെളിവാ കൊണ്ടുവച്ചത്. ആളുകൾ വന്നാ പറഞ്ഞത്, എക്സ് കൊണാപ്പൻ ഉൾപ്പെടെ വന്നാ പറഞ്ഞത് എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു, ഫർണിച്ചർ വാങ്ങിക്കൊണ്ടു പോയി ആ പൈസ വരെ ഞാൻ കൊടുക്കേണ്ടി വന്നു. പെറ്റ മക്കളെ പോലും കാണിക്കാതെ തെണ്ടിത്തരം പറഞ്ഞുകൊണ്ട് നടക്കുക. മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനെ അടിച്ചു മാറ്റി കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് അവിടെ പെട്ടി അന്നഞ്ഞ പാറ്റിയ അന്നഞ്ഞ കൂച്ചിയ എന്ന് പറഞ്ഞ ഒരു അലവലാതി. എവളെയും പ്ലീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. നിന്റെയൊക്കെ ഗതികേടെന്നല്ല വേറെന്താ പറയുക. ഈ ഒരു വിഷയത്തിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ആരാണ് മോഷ്ടിച്ചത്, ആരാണ് കട്ടതെന്നൊക്കെ കൃത്യം വ്യക്തമല്ലേ? പേരുകളിൽ നിന്ന് വ്യക്തമല്ലേ? ഇനി ഇതിൽ കൂടുതൽ വ്യക്തതയോടെ കൂടി പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇത് ഒളിച്ചു വെച്ചിട്ടാണ് മറ്റൊരു തലയിലോട്ട് കയറുന്നത്. ഒരു അല്പം ഉളുപ്പ്, ലേശ എള്ളുള്ള സരണിയോളം എവിടാ, ആരോട് പറയാ, ആര് കേൾക്കാൻ? ഇവിടെ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല എൻ്റെ പൊന്നെ അറബിക്കണം. അപ്പം നേരെ അവരെവിടെ സെറ്റിലായോ അവിടേക്ക് പോവുക. അവരുടെ ബന്ധുമിത്രാദികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുക, വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ പണം വിട്ടുകൊടുക്കുകയാണ് അവർ വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരുത്തമാർക്കും ഇനി കൊടുക്കരുത് ലോൺ. അത് തീരുമാനിക്കേണ്ടത് ബാങ്കിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു കാരണവശാലും കൊടുക്കത്തില്ല. പകരം അഥവാ ലോൺ കൊടുക്കുന്നെങ്കിൽ അവരുടെ നാട്ടിലുള്ള വസ്തുവകകൾ ഈട് വയ്ക്കാൻ പറയണം.
ആ ഈട് വാങ്ങിയിട്ട് നിങ്ങൾ കൊടുക്കണം. മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന കണക്ക് ചെയ്യരുത്. മുസ്ലിങ്ങൾ ഇങ്ങനെയല്ല, പറ്റിച്ചിട്ട് ഓടത്തില്ല. ഇമ്മാതിരി പറ്റിച്ചിട്ട് വഞ്ചിച്ചിട്ട് ഓടുന്ന ഇവറ്റകളാണ് വായ്ത്താളം പറയുന്നത്. എപ്പോഴും അങ്ങനെയാണ്. സ്വന്തം കുറ്റം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് സ്ഥിര പരിപാടിയാണ്. ഒന്നും പറയാനില്ല. നന്ദി, നല്ല നമസ്കാരം.